നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിലെ ബ്രസീൽ ടീമിൻ്റെ സ്ഥിതി എന്താവും? നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീൽ ഇല്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളിൽ നിരവധി പേരുടെ കമൻറ്റുകളൊക്കെ അങ്ങനെ കാണാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ബ്രസീലിന് ഒരു പിടി മികച്ച താരങ്ങളുണ്ട് വേറെയും. വിനി ജൂനിയറും റാഫീഞ്ഞയും ഒക്കെ അടങ്ങുന്ന റോഡ്രിഗോയും ഒക്കെ അടങ്ങുന്ന ഒരു പിടി മികച്ച താരങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും നെയ്മറുടെ സാന്നിധ്യം അത് ടീമിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. അത് തന്നെയാണ് ഇപ്പോൾ മുൻ ബ്രസീലിയൻ താരം റൊമാരിയോ തുറന്നടിച്ചു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. വെജ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, വിത്തൗട്ട് നെയ്മർ ഇറ്റ്സ് ജസ്റ്റ് ആൻ ഓർഡിനറി ടീം. നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീൽ ടീം വെറും ഒരു സാധാരണ ടീം മാത്രമാണ്. നെയ്മർ ഇല്ലാത്ത ബ്രസീൽ ടീം വെറും ഒരു സാധാരണ ടീം മാത്രമാണ്. നെയ്മറുടെ ആബ്സെൻസ് തീർച്ചയായിട്ടും ബ്രസീലിയൻ ദേശീയ ടീമിന് വലിയ രൂപത്തിൽ മോശമായ സ്ഥിതി ഉണ്ടാക്കും. 6ാം കിരീടം വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നെയ്മർ ഇല്ലെങ്കിൽ നമുക്ക് കുറേ അകലെയായിരിക്കും. 6ാം ലോക കിരീടം എന്നുള്ളത് നെയ്മർ ഇല്ലെങ്കിൽ ഒരുപാട് ദൂരെയായി പോകും. തീർച്ചയായിട്ടും അദ്ദേഹം ഫിസിക്കലി ഓക്കെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്കറിയില്ല അദ്ദേഹത്തിന് 100% ഫിറ്റാകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ നെയ്മർ ഒരു 70% ഫിറ്റാണെങ്കിൽ പോലും ഓൾറെഡി അദ്ദേഹത്തിന് കളിക്കളത്തിൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് വിതൗട്ട് നെയ്മർ അൺഫോർച്ചുനേറ്റ്ലി ദി ബ്രസീലിയൻ നാഷണൽ ടീം ബിക്കം ജസ്റ്റ് അനദർ ഓർഡിനറി ടീം. നെയ്മർ ഇല്ലെങ്കിൽ ഈ ബ്രസീൽ ടീം വെറും ഒരു ഓർഡിനറി ടീമായിട്ട് മാറും എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നു. സോ വീണ്ടും അദ്ദേഹം ഊന്നി പറയുന്ന കാര്യം ഇതാണ്, നെയ്മർ ഫുള്ളി ഫിറ്റ് ആവാനും നിൽക്കണ്ട. ഒരു 70% ഒക്കെ ആകുമ്പോഴേക്കും അദ്ദേഹത്തെ ടീമിലെടുത്തോ, അത് മതി. ആ ഒരു ഫിറ്റ്നസ് വെച്ച് തന്നെ അദ്ദേഹത്തിന് കളിക്കളത്തിൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമുക്കറിയാം, ആഞ്ചലോട്ടി എപ്പോഴും ഊന്നിപ്പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ CBFന്റെ പ്രോഗ്രാമിലും പറഞ്ഞത് നെയ്മർ ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ടീം വേൾഡ് കപ്പിൽ കൊണ്ടുപോകുന്നതാണ്. അതായത് ഫുള്ളി ഫിറ്റ് ആവുക, 100% ഫിറ്റ് ആവുക എന്നുള്ളതാണ് ആഞ്ചലോട്ടിയുടെ ഒരു നയം. പക്ഷേ ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പെർട്സ് ഒക്കെ പറയുന്ന കാര്യം, നെയ്മർ ഇല്ലെങ്കിൽ ഈ ടീം വെറും ഒരു ഓർഡിനറി ടീമാണേ. നെയ്മർ ഒരു 70% ഫിറ്റ് ആണെങ്കിൽ പോലും കൊണ്ടുപോയിക്കോ, അദ്ദേഹത്തിന് അവിടെ കളിക്കളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. കാത്തിരിക്കാം എന്ത് ചെയ്യും ആഞ്ചലോട്ടി നെയ്മറുടെ കാര്യത്തിൽ എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.